ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റ്സും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാനഡ എന്ന് കേട്ടാൽ ഏറ്റവും ആദ്യം എല്ലാവർക്കും മനസ്സിൽ വരുന്ന സ്ഥലം ഏതാ? ടൊറന്റോ അല്ലേ? കാനഡയുടെ ക്യാപിറ്റൽ ഒട്ടാവ ആണെങ്കിലും എല്ലാവരോടും ചോദിച്ചാൽ അറിയുന്ന സ്ഥലം ടൊറന്റോ ആയിരിക്കും. പക്ഷേ ടൊറന്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക കുറേ ഹയർ ബിൽഡിങ്സും പിന്നെ കാറും ട്രാഫിക്കും കുറേ വലിയ ഹൈവേസ് ഒക്കെ ആയിരിക്കും. അതൊന്നും അല്ലാത്തൊരു ടൊറന്റോ എന്ന് നമുക്ക് കണ്ടാലോ. അതാണ് ഓൾഡ് ടൗൺ ഓഫ് ടൊറന്റോ. അതിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിലാണ്. ഈ ഓടുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിന് 10 to 4 AM ഫ്രീ ആണ്. പക്ഷെ 3:45 ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ എൻട്രി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടിപ്പോകുന്നത്. എനിക്ക് ആ ഫ്രീ എൻട്രി കിട്ടി കേട്ടോ. ഫസ്റ്റ് തന്നെ കയറി ചെന്നപ്പം വലിയൊരു ഡിയോറിന്റെ ക്രിസ്മസ് ട്രീ ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ ക്രിസ്മസ് മാർക്കറ്റ് ഇല്ലാത്തപ്പോഴും നമുക്ക് ഇവിടെ കാറും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ കട്ട വിരിച്ചിട്ടുണ്ട്, നമുക്ക് നടന്ന് വേണം ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡിലും കടകളായിരിക്കും, അതും പഴയ പഴയ ബിൽഡിങ്ങുകളായിരിക്കും. ഈ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത 1800 ബിൽഡ് ചെയ്തതുകൊണ്ട് കറക്റ്റ് ആ സമയത്തെ യൂറോപ്പിലെ ബിൽഡിങ്സിന്റെ അതേ മോഡലിലാണ് ഇതും പണിത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ന്യൂ ഇയറിന് അടുത്തുള്ള ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് ഇവിടെ. എല്ലാവരും അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റിലെ സോവിനിയേഴ്സും അതുപോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും ബൊട്ടീക്സും എല്ലാം നമുക്ക് കാണാം. മെയിനായിട്ട് സ്ട്രീറ്റ് ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ ഹോട്ട് ഡ്രിങ്ക്സും പിന്നെ അതിന്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ചായക്കടി പോലത്തെ സാധനങ്ങൾ. ഞങ്ങൾ പോയത് സാന്റാസ് വില്ലേജ് എന്നുള്ള അവിടുത്തെ തന്നെ വേറൊരു ഏരിയയിലാണ്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ സാന്റാസിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാന്റ നോർത്ത് പോളിലോട്ട് തിരിച്ചു പോയി. അപ്പം അടുത്ത വട്ടം നമുക്കിനി ഫോട്ടോ എടുക്കാം. സാന്റയുടെ വില്ലേജിന്റെ ചെറിയ ചെറിയ മിനി ക്രാഫ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയത് അതിനടുത്തുള്ള കുറേ ലൈറ്റൊക്കെ ഉള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റോറിലോട്ടാണ്. അതിന്റെ പേര് തന്നെ നോട്ടി ആൻഡ് നൈസ് എന്നാണ്. അതിന് ചുറ്റും എല്ലാവരും കൂടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ആ ചൂട് കിട്ടാനുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ക്യൂട്ട് ആയിട്ടുള്ള പല കളറിലുള്ള സ്നോമാൻ ഒക്കെ നമുക്ക് കാണാം. ഈ തിരക്ക് കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. പഴയ എഡിഷനിൽ ന്യൂസ് പേപ്പറിൽ ഫോട്ടോ എടുത്തരും. ദാറ്റ് ഈസ് ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ടാണ് ഈ തിരക്ക് കാണുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇവരിവിടെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈവ് മ്യൂസിക് ആണ് ഇവിടുത്തെ പ്രത്യേകത. ആ ഒരു പാട്ടും ആ ഒരു തിരക്കും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. കണ്ടില്ലേ, ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് അവിടെ ഡാൻസ് കളിക്കുന്ന ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വൈബൊക്കെ നമുക്കും കുറച്ച് വേണമെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. പിന്നെ തണുപ്പ് കാരണം ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോഴത്തേക്ക് രാത്രി എന്ന് പറഞ്ഞാൽ 4:30 കഴിഞ്ഞു. അതിനെയാണ് രാത്രി എന്ന് പറയുന്നത്. ലൈറ്റിന്റെ ഒക്കെ ഭംഗി അപ്പോഴാണ് കൂടുതലായിട്ട് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ ചായ കുടിക്കുന്ന പോലെ ഇവിടെ തണുപ്പ് വരുമ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ആണല്ലോ. അപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് അങ്ങ് കാച്ചിക്കളയാന്ന് വിചാരിച്ച് പോയ കടയാണിത്. ഇവിടുത്തെ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണിത്. മോർ ഓഫ് ഹോട്ട് ചോക്ലേറ്റ് എന്നാണ് ഇതിന്റെ പേര്. അത് കഴിക്കാനാണ് ഞാനും പോയത്. എന്തായാലും ഒരു ഫോട്ടോ കൂടി ആവുമല്ലോ. കണ്ടോ, അത് കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഫ്രഷ് ക്രീം ആദ്യത്തെ മുകളിലെ ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്രയും മധുരം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ ആണ് ബാക്കി കാണുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ഇരുട്ട് കൂടി വന്നപ്പം ആ ലൈറ്റിന്റെ ഭംഗിയും കൂടി വന്നു. ഫാമിലിയായി പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രിസ്മസ് മാർക്കറ്റ്. അതിന്റെ കൂടെ കണ്ടില്ലേ, തണുക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് കൊള്ളാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇത്രയും കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് തിരിച്ചു പോയി കളയാന്ന്. പിന്നെ തിരിച്ച് അതേ നടന്ന വഴിയിലൂടെ തിരിച്ചു പോയി അവിടുത്തെ ഫോട്ടോസൊക്കെ വീണ്ടും എടുത്തിട്ടാണ് പോയത്. ഒരു ഫോട്ടോ പോലും മിസ്സാക്കാൻ പറ്റില്ലല്ലോ. ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തു. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ഇനി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.